ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ട് സൗണ്ട് അടച്ചിരിക്കുന്നത്, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരുമാതിരി വലിപ്പമുള്ള ഇഞ്ചിയാണ്, ഇവിടെ കിട്ടുന്ന ചൈന ഇഞ്ചിയാണ്, അതുകൊണ്ട് ഞാൻ അത്രയും എടുത്തിരിക്കുന്നത്. നാട്ടിലെ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ട, ഒരു 2 കഷ്ണം എടുത്താൽ മതിയാവും. പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും ചൈനയുടെ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 6 അല്ലി എടുത്തിരിക്കുന്നത്. നാട്ടിലെ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഒരു 10 എണ്ണമെങ്കിലും എടുക്കേണ്ടി വരുമായിരിക്കും. പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകവും 1/2 ടീസ്പൂണ് കുരുമുളകും. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ്, അതായത് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. ഇവിടെ കുട്ടികളും കഴിക്കുന്നതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇടത്തരം വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവോള ആയതുകൊണ്ട് ഞാൻ 1.5 സവോള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, അത് എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 എണ്ണം രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂണ് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറും മറ്റേ നോർമൽ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടുന്നതാണ്, അതിനാണ് ഉപ്പ് ആദ്യം തന്നെ കുറച്ച് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന 4 കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന്, ഒരുപാട് വഴരണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരുംജീരകവും ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് തൊണ്ടരെ ഇളക്കി കൊടുക്കുക. കടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് അരച്ച പേസ്റ്റ് ആയതുകൊണ്ട്, അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, തീ ഒട്ടും കൂട്ടരുത്. നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടി മൂത്തതിന് ശേഷം മാത്രം തക്കാളി ചേർക്കുക. ഒരുപാടല്ല, കരിയരുത്, അതിന് മുന്നേ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കുക. എൻ്റെ കയ്യിലിരിക്കുന്നത് പഴുത്ത തക്കാളി അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചേറെ നേരം ഞാൻ അത് മിക്സ് ആകാൻ വേണ്ടി ഇളക്കേണ്ടി വന്നു. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു വരും. അപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. അപ്പോൾ ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മൂടി തുറന്ന് ഞാൻ നന്നായിട്ട് തക്കാളി ഇതിനകത്തേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവൊക്കെ നോക്കാം. എരിവ് പാകത്തിനല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഞാനൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് ഇതിനകത്തേക്കിടാം. ഞണ്ട് ഇട്ടതിന് ശേഷം ഈ ഗ്രേവി അല്ലാതെ പിടിക്കുവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം, കാരണം ഞാനിത് റോസ്റ്റാക്കി എടുക്കാനാണ് പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞണ്ട് നന്നായിട്ട് ഇളക്കി
കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിനുശേഷം പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഞണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതെനിക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിനാണ്. ഞണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. അതല്ല കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും ചാനലിൽ തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.